ശ്രീരാമന്റെ അനുഗ്രഹത്തോടെ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. ഈ സമയം ബാലിയെ കൊല്ലാനുള്ള അവസരം പാർത്ത് ശ്രീരാമൻ ഒരു വൃക്ഷത്തിന് പുറകിൽ മറഞ്ഞു നിൽക്കുന്നു. യുദ്ധം ഭയങ്കരമായി നടക്കുന്ന സമയത്ത് ബാലിയെ സുഗ്രീവനും ഒരുപോലെ ഇരിക്കുന്നതിനാൽ ശ്രീരാമൻ ആർക്കും നേരെ അമ്പയക്കുന്നില്ല. യുദ്ധത്തിൽ ക്ഷീണിതനായ സുഗ്രീവൻ പിന്തിരിഞ്ഞോടുന്നു. ശേഷം ശ്രീരാമനോട് ചോദിക്കുന്നു, ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാനാണോ അങ്ങ് എന്നെ പറഞ്ഞയച്ചത്? അതിൽ ഭേദം അങ്ങ് തന്നെ എന്നെ വധിക്കുന്നതാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു. ശ്രീരാമൻ പറഞ്ഞു, യുദ്ധത്തിൽ വെച്ച് നിങ്ങളെ തിരിച്ചറിയാൻ ഞാൻ പ്രയാസപ്പെട്ടു. അതിനാലാണ് ഞാൻ ബാലിയെ വധിക്കാഞ്ഞത്. അതിന് ഒരു ഉപായം കണ്ടെത്താം. ഞാൻ ഒരു മാല നിനക്കിട്ട് തരാം. അതും ധരിച്ചുപോയി ബാലിയെ യുദ്ധത്തിനായി വിളിക്കൂ. സുഗ്രീവൻ ഭഗവാൻ കൊടുത്ത മാലയും ധരിച്ചുപോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. സുഗ്രീവൻ്റെ വിളി കേട്ട ബാലി ക്രുദ്ധനായി ഇവന് ഞാൻ ഇനിയും വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ചാടി പുറപ്പെടാൻ നേരം ഭാര്യ തടഞ്ഞു നിർത്തി പറയുന്നു, അവൻ ഇങ്ങനെ വന്ന് യുദ്ധത്തിന് വിളിക്കണമെങ്കിൽ ആരോ അവന് പിന്തുണയുണ്ട്. നമ്മുടെ മകൻ നായാട്ടിന് പോയപ്പോൾ കേട്ട വാർത്ത കൂടി അങ്ങ് കേൾക്കൂ. എന്നിട്ട് താര പറഞ്ഞു, ശ്രീരാമ ലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് കാട്ടിൽ നടന്നപ്പോൾ സുഗ്രീവനെ കണ്ടെന്നും ബാലിയെ കൊന്ന സുഗ്രീവനെ വാഴിക്കാം എന്നും അതിന് പ്രത്യുപകാരമായി ശ്രീരാമന് സീതയെ കണ്ടെത്താൻ സുഗ്രീവൻ സഹായിക്കാമെന്നും പരസ്പരം സഖ്യം ചെയ്തിട്ടുണ്ട് എന്നുമാണ് അറിഞ്ഞത്. ഇത് കേട്ട ബാലി പറയുന്നു, ഞാനാണ് ശ്രീരാമഭക്തൻ. അവനെക്കാട്ടിലും എന്നെക്കൊണ്ടാണ് ഭഗവാന് ഉപകാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്നോടേ അദ്ദേഹത്തിന് സഖ്യം ഉണ്ടാകൂ. നീ സ്ത്രീ സ്വഭാവം കാണിച്ച് പേടിക്കാതിരിക്കൂ എന്ന് താരയോട് പറഞ്ഞിട്ട് അച്ഛൻ കൊടുത്ത മാലയും ധരിച്ച് സുഗ്രീവനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ യുദ്ധം കലശലായി. അപ്പോഴും അവിടെയും ഉണ്ടൊരു പ്രശ്നം. അച്ഛൻ ബാലിക്ക് കൊടുത്ത മാലയും ഭഗവാൻ സുഗ്രീവന് നൽകിയ മാലയും ഒരുപോലെയായിരുന്നു. എങ്കിലും സുഗ്രീവൻ്റെ ക്ഷീണം മനസ്സിലാക്കിയ ശ്രീരാമൻ വൃക്ഷത്തിന് മറഞ്ഞു നിന്നുകൊണ്ട് ബാലിയെ അമ്പെയ്ത് കൊല്ലുന്നു.